ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പൊ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ പുട്ടുപൊടി പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്തിട്ട് അതിനുശേഷം അത് പൊടിച്ചെടുത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള അരി പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടാണ് ഞാൻ ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമുക്ക് പുറത്തുനിന്നും മേടിക്കുന്ന ആ പുട്ടുപൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് മട്ട റൈസ് ആയാലും അതുപോലെ ഏത് റൈസ് ആയാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പച്ചരി എടുക്കുന്ന മാത്രം. അപ്പൊ ഈ അരി നമുക്ക് നന്നായിട്ട് ഒരു 3-4 വെള്ളം ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തു വരാം. നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടില്ല, ചെറിയ നനവുണ്ട്, കണ്ടില്ലേ, വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. ഇനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ അരി നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പുട്ടാണ് കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് കടയിൽ നിന്ന് നമ്മൾ പുട്ടുപൊടി മേടിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുട്ടുപൊടി വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. താണ്ട കണ്ടില്ലേ, ഇപ്പൊ താണ്ട് 1/4 ഭാഗം ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടുകുടത്തില് കുറച്ച് വെള്ളം വെച്ച് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നിറച്ചു വെച്ചേക്കുന്ന ആ പുട്ടുകുറ്റി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. 1 മിനിറ്റ് വരെ ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് ആവി വരണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ അരി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു തവിയുടെ ചെവിടോ വല്ല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു വേണം നമ്മളിത് പുറത്തെടുക്കാൻ കേട്ടോ. അപ്പൊ നല്ല ആവിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുട്ട് കുത്തുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അതിന് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കൊണ്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ഇളക്കി മാറ്റാൻ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പുട്ട് കുത്തുന്നത് പോലെ തന്നെ നമുക്കൊന്ന് കുത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ അരിയിൽ നിന്ന് വരുന്ന ഈ ആവി തന്നെ നമുക്ക് ആ ഒരു പുട്ടിന്റെ ഒരു മണമാണ് കേട്ടോ. നല്ല ഒരു മണമാണ്. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണമില്ലേ, ആ ഒരു മണമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അരിയെല്ലാം ഞാൻ പുട്ടുകുറ്റിയിൽ നിന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. അപ്പൊ ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പൊ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയ ശേഷം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസ് ആണ്. ഇത് പച്ച ഗ്രീൻ പീസ് ആണ് കേട്ടോ. പച്ച ഗ്രീൻ പീസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിയത് നന്നായിട്ട് കുതിർത്ത ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കഷ്ണത്തിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിന്റെ കൂടെ തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാന്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളില് കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പട്ട, ഒരു ചെറിയ ഏലക്ക, 2 കഷ്ണം ഗ്രാമ്പൂ, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും 2 പച്ചമുളകോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതൊരു 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഇപ്പൊ ദാണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ നേരത്തിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തക്കാളിയോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അടച്ചു വെച്ചൊന്നും ഞാനൊന്ന് വേവിക്കുന്നില്ല. തുറന്നു വെച്ച് തന്നെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അപ്പൊ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ദാണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ വന്ന ശേഷം ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ദാണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വെന്താൽ മതി. അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങളിൽ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കുറുമയാണത്. അപ്പൊ ദാണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളെല്ലാം നമ്മൾ വഴറ്റിയ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ദാണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ നമുക്ക് പച്ചമുളകിന്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാൻ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയാണ് പച്ചമുളക് 2 എണ്ണം മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഈ ഒരു തിക്നെസ്സോട് കൂടി നമ്മൾ എടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ വെജിറ്റബിൾ കുറുമ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ അരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ചെറിയ ജാർ എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. പിന്നെ പുട്ടുപൊടിക്ക് അറിയാമല്ലോ, ഒരുപാട് അങ്ങ് ഭസ്മം പോലെ പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. നമ്മുടെ അരി ദാണ്ട ഫസ്റ്റ് ബാച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ദാണ്ട ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഇതുപോലെ തളിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കണം. ഇതിന് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം മതി നനച്ചെടുക്കാനേ. കാരണം നമ്മൾ അരി നേരത്തെ ആവിയിൽ നന്നായിട്ട് കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല നനവോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മതി. അതാണ്ട് ഇതൊന്ന് നനച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ പുട്ടുപൊടി. അപ്പൊ ദാണ്ട ഞാൻ ഈ രീതിയിൽ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പുട്ടുകുറ്റി നമുക്ക് ചില്ലിട്ട് കൊടുക്കണം. ചില്ലിട്ട് കൊടുക്കാതെ ആരും പുട്ടുപൊടി വാരി പുട്ടുകുറ്റി നിറയ്ക്കരുത് കേട്ടോ. അപ്പൊ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പൊ ഒരു 1/4 ഭാഗത്തോളം ഞാനിത് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പൊ ദാണ്ട നമ്മുടെ പുട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. നമ്മുടെ പച്ചരി പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടുള്ള നമ്മുടെ സോഫ്റ്റ് പുട്ട് ദാ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ആവി പറക്കുന്നില്ലേ, ആ ഒരു ആവി നല്ലൊരു മണമാണ് കേട്ടോ. അപ്പൊ ദാ നമ്മുടെ പുട്ടിന്റെ കൂടെ വെജിറ്റബിൾ കുറുമ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ കുറുമ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു വട്ടമെങ്കിലും പുട്ടുണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.